എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന യൂട്യൂബ് ചാനലിലൂടെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഹിന്ദി പാഠപുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഈ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലുള്ള പുൽ ബനി ഥി മാ എന്ന കവിതയെ ആസ്പദമാക്കി ഹിന്ദിയിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, साधारणतः परीक्षा में कविता की कुछ पंक्तियां देकर प्रश्न पूछेंगे कि कवि और कविता का परिचय देते हुए कवितांश पर टिप्पणी लिखें. അപ്പോൾ സാധാരണയായി പരീക്ഷയ്ക്ക് കവിതയിൽ നിന്നുള്ള ഏതാനും വരികൾ തന്നിട്ട് നമുക്ക് ഇപ്രകാരം ചോദ്യം നൽകാറുണ്ട്: കവി और कविता का परिचय देते हुए कवितांश पर टिप्पणी लिखें. കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതാഭാഗത്തിന് അല്ലെങ്കിൽ ഈ വരികൾക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാം എന്ന്. അല്ലെങ്കിൽ കവിതാംശ പർ ആസ്വാദൻ ടിപ്പണി ലിഖേ, ഈ കവിതാംശത്തിന് അല്ലെങ്കിൽ ഈ വരികൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം എന്നും ചോദ്യം ചോദിക്കാറുണ്ട്. तो देखिए बच्चों, चाहे मलयालम में हो या हिंदी में या अंग्रेजी में एक आस्वादन टिप्पणी लिखने के लिए प्रश्न पूछेंगे तो हमारे मन में शायद ये संदेह आने की संभावना है कि एक आस्वादन टिप्पणी लिखते समय हमें किन किन बातों पर ध्यान देना है. അപ്പോൾ ഒരുപക്ഷെ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അതുമല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇതിലേതെങ്കിലും ഒരു ഭാഷയിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിന് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന സമയത്ത് हमारे मन में ये संदेह आने की संभावना है. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകാറുണ്ട്: एक आस्वादन टिप्पणी लिखते समय हमें किन किन बातों पर ध्यान देना है. ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. तो हमें समझना चाहिए कि एक आस्वादन टिप्पणी लिखते समय हमें मुख्यतः 4 बातों पर ध्यान देना है. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് നാം പ്രധാനമായും 4 കാര്യങ്ങളാണ് അല്ലെങ്കിൽ 4 വസ്തുതകളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. पहली बात तो यह है कि एक टिप्पणी में भूमिका की जरूरत है. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അതിലൊരു ആമുഖം ഉണ്ടാവേണ്ടത്, ഭൂമിക ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഭൂമിക में कवि, कविता और विषय का परिचय देना है. അപ്പോൾ ആമുഖത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കേണ്ടത്? അപ്പോൾ ഇതിൽ കവി ആരാണ് എന്നും ഈ വരികൾ ഏത് കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നും ആ കവിതയിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്താണ് എന്നും നാം അവിടെ ഭൂമികയിൽ അല്ലെങ്കിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കണം. दूसरी बात है कि टिप्पणी में कविता या पंक्तियों का विश्लेषण करना है. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസ്വാദനക്കുറിപ്പിൽ കവിത യാ പങ്ക്തിയോ കാ വിശ്ലേഷൺ करना है. കവിതയെ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ആ വരികളെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. यहाँ पंक्तियों का आशय और ഭാഷാപര വിശേഷതാओं का विश्लेषण करना है. അപ്പോൾ നാം ഇവിടെ കവിതയിലെ വരികളുടെ ആശയവും അതുപോലെ തന്നെ ആ വരികളുടെ ഭാഷാപരമായ സവിശേഷതകളുമാണ് സൂചിപ്പിക്കേണ്ടത്. तीसरी बात यह है कि एक टिप्पणी में उपसंहार होना है. മൂന്നാമത്തെ കാര്യം, ഒരു ആസ്വാദനക്കുറിപ്പിൽ ഒരു ഉപസംഹാർ അതായത് കൺക്ലൂഷൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. उपसंहार में हमें कविता या पंक्तियों पर अपना विचार और उसकी प्रासंगिकता को भी सूचित करना है. അപ്പോൾ ഒരു കൺക്ലൂഷൻ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഉപസംഹാറിൽ നാം എന്താണ് എഴുതേണ്ടത്? ആ നൽകിയിട്ടുള്ള വരികളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണ് എന്നും और उसकी പ്രാസംഗികത, ആ വരികളുടെ കാലിക പ്രസക്തി, ഇന്നത്തെ കാലഘട്ടത്ത് ആ വരികൾ എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് സൂചിപ്പിക്കേണ്ടത്.
चौथी बात यह है कि एक टिप्पणी को उचित शीर्षक भी देना है. അപ്പൊ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആസ്വാദന കുറിപ്പിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം നൽകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും കുട്ടികൾ ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത് അതിന് അനുയോജ്യമായൊരു ശീർഷകം അല്ലെങ്കിൽ അതിനൊരു പേര് നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. हमें टिप्पणी की शुरुआत में कविता का नाम शीर्षक के रूप में दे सकते हैं. നമുക്ക് നാം എഴുതുന്ന ആസ്വാദന കുറിപ്പിന്റെ ആരംഭത്തിൽ ആ കവിതയുടെ പേര് തന്നെ ശീർഷകമായിട്ട് നൽകാവുന്നതാണ്. യാ അന്യ കിസി നാം അല്ലെങ്കിൽ അനുയോജ്യമായ മറ്റേതെങ്കിലും ഒരു പേര് നമുക്കിവിടെ തലക്കെട്ടായിട്ട് അല്ലെങ്കിൽ ശീർഷകമായിട്ട് നൽകാവുന്നതാണ്. ठीक है बच्चों, आगे हमें देखना है कि पुल बनी थी मां नामक कविता के आधार पर एक टिप्पणी कैसे लिखे. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് പുൽബനി थी मां എന്ന ഈ കവിതയെ അടിസ്ഥാനമാക്കി ഒരു ആസ്വാദന കുറിപ്പ് എപ്രകാരം എഴുതാം എന്നുള്ളതാണ്. देखिए, साधारणतः परीक्षा में इस कविता के आधार पर प्रश्न तो इस प्रकार होंगे. तो സാധാരണയായി പരീക്ഷയ്ക്ക് ഈ കവിതയെ ആസ്പദമാക്കി ആസ്വാദന കുറിപ്പ് എഴുതുന്നതിന് ചോദ്യം ഇപ്രകാരമാണ് വരാറുള്ളത്. हम भाइयों के बीच पुल बनी थी मां जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. कवि और कविता का परिचय देते हुए कवितांश पर टिप्पणी लिखें. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതാഭാഗത്തിന് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. അപ്പൊ ഇപ്രകാരമാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. देखिए, इस कवितांश पर टिप्पणी लिखने के लिए हमें पहले क्या लिखना है. അപ്പോൾ ഈ ഒരു കവിതാഭാഗത്തിന് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുന്ന സമയത്ത് നാം ആദ്യം എന്താണ് എഴുതേണ്ടത്? हमें पहले ഭൂമിക लिखनी है. നാം ആദ്യം ഇതിന് ഒരു ആമുഖമാണ് എഴുതേണ്ടത്. भूमिका में कवि, कविता और विषय का परिचय देना है. അപ്പോൾ ആമുഖത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവിയെയും കവിതയെയും അതുപോലെ തന്നെ കവിതയിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്താണെന്നും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. तो यहाँ हम लिख सकते हैं कि श्री नरेंद्र पुंडरीक समकालीन हिंदी कविता साहित्य के प्रमुख कवियों में एक है. तो नरेंद्र पुंडरीक എന്ന കവി സമകാലീൻ ഹിന്ദി കവിതാ സാഹിത്യക്ക് സമകാലീന ഹിന്ദി കവിതാ സാഹിത്യത്തിലെ പ്രമുഖ കവികളിൽ ഒരാളാണ്. ഉൻകി ഏക് സുന്ദർ ഓർ സരൽ കവിത ഹെ പുൽബനി ഥി മാ. അദ്ദേഹത്തിന്റെ വളരെ മനോഹരവും വളരെ ലളിതവുമായൊരു കവിതയാണ് പുൽബനി ഥി മാ എന്ന കവിത. ഇസ് കവിതാമേ, ഇപ്പൊ ഈ കവിതയിലൂടെ കവി अपने उत्तरदायित्वों से विमुख होती जा रही, തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വിമുഖരാകുന്ന അല്ലെങ്കിൽ പിന്തിരിയുന്ന നയി പീഠി കി ഓർ സംകേത് കർത്തേ ഹെ, പുതിയ തലമുറയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. देखिए, आगे हमें कवितांश यानी पंक्तियों का विश्लेषण करना है. അപ്പോൾ ഇനി നാം ഈ കവിതാഭാഗത്തിന്റെ അല്ലെങ്കിൽ ഈ വരികളുടെ വിശകലനമാണ് നടത്തേണ്ടത്. यहाँ हमें पंक्तियों का आशय और ഭാഷാപരക് വിശേഷതാവും का വിശ്ലേഷण करना है. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കവിതാഭാഗത്തിന്റെ അല്ലെങ്കിൽ ഈ വരികളുടെ ആശയവും അതുപോലെ തന്നെ ഇതിന്റെ ഭാഷാപരമായ സവിശേഷതകളുമാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഭാഷാപരമായ സവിശേഷതകളിൽ പ്രധാനമായും കവിതാക്കി ഭാഷ, കവിതയുടെ ഭാഷയെക്കുറിച്ചും അതുപോലെ തന്നെ വിശേഷ് പ്രയോഗം, അതിലുള്ള ആ വരികളിലുള്ള സവിശേഷമായ പ്രയോഗങ്ങളെക്കുറിച്ചും പ്രതീക്, വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കവിതയുടെ സംഗീതാത്മകത, അതിൻ്റെ താളാത്മകതയെക്കുറിച്ചും മൻപസന്ത് പങ്ക്തിയ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വരികളുണ്ടെങ്കിൽ അവയെക്കുറിച്ചും ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കാവുന്നതാണ്. तो देखिए, यहाँ हम क्या लिख सकते हैं? ഇവിടെ നമുക്ക് എന്താണ് എഴുതാൻ സാധിക്കുക? हाँ, यहाँ हम लिख सकते हैं कि कविता की प्रस्तुत पंक्तियों में कवि मां को एक पुल से तुलना करते हैं. അപ്പോൾ കവിതയുടെ ഈ വരികളിലൂടെ കവി അമ്മയെ ഒരു പാലത്തോടാണ് തുലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത്. जिस प्रकार पुल दो किनारों को आपस में जोड़ता है, ठीक उसी प्रकार मां परिवार के सदस्यों को
आपस में जोड़ने वाली कड़ी है. അപ്പോൾ ഒരു പാലം എപ്രകാരമാണോ दो किनारों को आपस में जोड़ता है, രണ്ട് തീരങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നത്, ठीक उसी प्रकार അപ്രകാരം തന്നെ മാ परिवार के सदस्यों को അമ്മ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ आपस में जोड़ने वाली कड़ी है, പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. അപ്പോൾ നോക്കുക, ഒരു പാലം രണ്ട് തീരങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് പോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അമ്മ. यहाँ मां रूपी पुल से होकर बच्चों की जिंदगी रूपी रेलगाड़ी बेरोक-टोक चलती रही. അപ്പോൾ ഇവിടെ മാം രൂപി പുൽ സേ ഹോക്കർ അമ്മയാകുന്ന ആ പാലത്തിലൂടെ ബച്ചോം കി ജിന്ദഗി രൂപി റെയിൽഗാഡി കുട്ടികളുടെ ജീവിതമാകുന്ന അല്ലെങ്കിൽ മക്കളുടെ ജീവിതമാകുന്ന ആ ട്രെയിൻ ബേരോക്ടോക് ചൽത്തി രഹി യാതൊരു തടസ്സവും കൂടാതെ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അതായത് അമ്മയുള്ളത് കൊണ്ട് മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നില്ല. വഹാ ഹരി ലാൽ ബത്തിക്ക് കോയി രോക്ടോക് നഹി ഥി, അവിടെ അവർക്ക് സിഗ്നൽ ലൈറ്റുകളുടെ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കുക, നാം ഇവിടെ വരികളുടെ ആശയം പ്രതിപാദിച്ചു കഴിഞ്ഞു. ആകെ ഹമേ പങ്ക്തിയോं की ഭാഷാപരക് വിശേഷതായ് ലിഖിനി ഹെ. ഇനി നമുക്ക് വരികളുടെ ഭാഷാപരമായ സവിശേഷതകളാണ് എഴുതേണ്ടത്. यहाँ हम लिख सकते हैं कि कविता की भाषा बहुत सरल है. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്രകാരം എഴുതാൻ കഴിയും, ഈ കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്, സാധാരണക്കാരന് പോലും വായിച്ചാൽ മനസ്സിലാവുന്നൊരു കാവ്യ ഭാഷയാണ് ഇവിടെ കവി ഉപയോഗിച്ചിട്ടുള്ളത്. യഹാ കവി കൈ പ്രതീകോं का प्रयोग किया है. അപ്പോൾ ഈ കവിതയിൽ പ്രത്യേകിച്ചും ഈ വരികളിലുടനീളം കവി ധാരാളം പ്രതീകങ്ങൾ, അതായത് സിംബലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ജയ്സെ പുൽ, ഉദാഹരണമായിട്ട് പാലം, റെയിൽഗാഡി ട്രെയിൻ, ഹരിബത്തി ഗ്രീൻ ലൈറ്റ്, ലാൽ ബത്തി റെഡ് ലൈറ്റ് ആദി മുതലായ ഒത്തിരി സിംബലുകൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. കവിതയ്ക്ക് ഗീതാത്മകത സരാഹിനീയ, കവിതയുടെ താളാത്മകതയും വളരെയധികം അഭിനന്ദനീയമാണ്. അപ്പോൾ നാം ഇവിടെ കവിതയുടെ ഭാഷാപരമായ സവിശേഷതകളാണ് സൂചിപ്പിച്ചത്. इसके साथ मनपसंद पंक्तियां भी जोड़ सकते हैं. നമുക്ക് ഇതിനോടൊപ്പം വേണമെങ്കിൽ ഈ വരികളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വരിയെ കുറിച്ച് വേണമെങ്കിലും സൂചിപ്പിക്കാവുന്നതാണ്. ठीक है बच्चों, आगे हमें उपसंहार लिखना है. ഇനി നമുക്ക് ഈ ആസ്വാദന കുറിപ്പിന് ഒരു കൺക്ലൂഷൻ ആണ് എഴുതേണ്ടത്. उपसंहार में हमें कविता या कवितांश पर अपना विचार और उसकी प्रासंगिकता को सूचित करना है. അപ്പോൾ ആസ്വാദന കുറിപ്പിന്റെ കൺക്ലൂഷനായിട്ട് നാം ഈ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കവിതാഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായവും അതോടൊപ്പം തന്നെ ഉസ്കി പ്രാസംഗികതക്കോ സൂചിത കർണ ഹെ, ഈ കവിതയുടെ കാലിക പ്രസക്തിയെയും കുറിച്ച് അല്ലെങ്കിൽ ഈ കാലഘട്ടത്ത് ഈ കവിത എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതിനെ കുറിച്ചുകൂടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. तो देखिए यहाँ हम क्या लिख सकते हैं. ഇവിടെ നമുക്ക് ഒരു കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഉപസംഹാരമായിട്ട് എന്താണ് എഴുതാൻ കഴിയുക? ഹാ, ഉപസംഹാർ के रूप में यहाँ हम लिख सकते हैं. അപ്പോൾ ഇവിടെ ഒരു ഉപസംഹാരമായിട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ പാരഗ്രാഫായിട്ട് നമുക്ക് ഇപ്രകാരം എഴുതാൻ കഴിയും. പ്രസ്തുത पंक्तियों से जो आशय निकलता है वो बिल्कुल प्रासंगिक है. അപ്പോൾ ഈ വരികളിലൂടെ ലഭ്യമാകുന്ന ആശയം തികച്ചും കാലിക പ്രസക്തിയുള്ളതാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്ത് ഏറെ പ്രസക്തമാണ്. परिवार में मां का जो स्थान है उसे और कोई नहीं निभा सकते. ഒരു കുടുംബത്തിൽ അമ്മയുടെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ അമ്മ വഹിക്കുന്ന ആ ഒരു പങ്ക് ഉസേ കോയി നഹി നിഭാ സക്തേ, അത് മറ്റാർക്കും നിർവഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിഫാന മേലെ ടു ഫുൾഫിൽ. അപ്പോൾ അമ്മയുടെ സ്ഥാനം ഒരു കുടുംബത്തിൽ മറ്റാർക്കും വഹിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. देखिए बच्चों, उपसंहार के बाद हमें टिप्पणी के लिए उचित शीर्षक देना है. ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് കൂടെ എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നാം ആസ്വാദന കുറിപ്പിന് ഉചിതമായൊരു പേരാണ് കൊടുക്കേണ്ടത്. टिप्पणी की शुरुआत में हम शीर्षक के रूप में कविता का नाम दे सकते हैं. അപ്പോൾ ഈ ടിപ്പണിയുടെ അതായത് ആസ്വാദന കുറിപ്പിന്റെ ആരംഭത്തിൽ കവിതയുടെ പേര് തന്നെ നമുക്ക് വേണമെങ്കിൽ ശീർഷകമായിട്ട് നൽകാവുന്നതാണ്. പുൽബനീഥി മാ എന്ന് തന്നെ നമുക്കിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്.
യാ അന്യ കിസി നാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേര് നമുക്കിവിടെ ശീർഷകമായിട്ട് കൊടുക്കാവുന്നതാണ്. ജയ്സെ ഇപ്പൊ ഉദാഹരണമായിട്ട് മാ മാഹി ഹെ, അമ്മ അമ്മ തന്നെയാണ്. യാ അല്ലെങ്കിൽ പൂജ കരു മാം കി, അമ്മയെ ആരാധിക്കൂ, അമ്മയെ ബഹുമാനിക്കൂ. യാ ദേഖ്ഭാൽ കരു മാം കി, അമ്മയെ സംരക്ഷിക്കൂ. യാ മാം കെ സമാൻ कोई नहीं, അമ്മയ്ക്ക് തുല്യമായി മറ്റാരുമില്ല. इस प्रकार टिप्पणी के लिए उचित शीर्षक दे सकते हैं. ഇപ്രകാരം ആസ്വാദന കുറിപ്പിന് അനുയോജ്യമായ ശീർഷകം നമുക്ക് നൽകാവുന്നതാണ്. ठीक है बच्चों, यहाँ आस्वादन टिप्पणी के एक नमूने से परिचित होने का अवसर मिला है. അപ്പോൾ ഇവിടെ ആസ്വാദന കുറിപ്പിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. यदि कविता की अन्य किन्हीं पंक्तियों पर टिप्पणी लिखना है तो हम लिख सकते हैं. ഇനി ഒരു പക്ഷേ ഈ കവിതയിലെ തന്നെ മറ്റേതെങ്കിലും വരികൾ തന്നിട്ട് ആസ്വാദന കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആസ്വാദന കുറിപ്പ് എഴുതാവുന്നതാണ്. टिप्पणी का एक और नमूना देखें. നമുക്ക് ആസ്വാദന കുറിപ്പിന്റെ ഒരു മാതൃക കൂടെ നോക്കാവുന്നതാണ്. देखिए, परीक्षा में प्रश्न तो इस प्रकार होंगे. പരീക്ഷയ്ക്ക് ചോദ്യം ഇപ്രകാരമാണ് വരിക. हाथों हाथ रे थी माँ, एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. कवि और कविता का परिचय देते हुए कवितांश पर टिप्पणी लिखें. കവിയെയും കവിതയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതാഭാഗത്തിന് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക. देखिए बच्चों, अब हमें पहले पहल क्या लिखना है. അപ്പോൾ ഈ ആസ്വാദന കുറിപ്പിൽ നമുക്ക് ആദ്യം എന്താണ് എഴുതേണ്ടത്? ഭൂമിക, ഒരു ആമുഖമാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. मैंने पहले ही बताया था, भूमिका में कवि, कविता और विषय की सूचना देना है. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ആമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? കവിയെയും കവിതയെയും അതുപോലെ തന്നെ കവിതയിലെ പ്രതിപാദ്യ വിഷയത്തെയും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. देखिए, यहाँ भूमिका हम पहली टिप्पणी की तरह लिख सकते हैं. ഇവിടെ നമുക്ക് പുൽബനീഥി മാ എന്ന കവിതയിൽ നിന്നുള്ള വരികൾക്കുള്ള ആസ്വാദന കുറിപ്പ് ആയതുകൊണ്ട് തന്നെ ഭൂമികയായിട്ട് നമ്മൾ ഒന്നാമത്തെ ടിപ്പണിയിൽ പരിചയപ്പെട്ട അതേ പാരഗ്രാഫ് തന്നെ എഴുതാവുന്നതാണ്. देखिए, यहाँ भी हम लिख सकते हैं कि, അപ്പോൾ ഇവിടെയും നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും, श्री नरेंद्र पुंडरीक समकालीन हिंदी कविता साहित्य के प्रमुख कवियों में एक है. നരേന്ദ്ര പുണ്ഡ്രീക് എന്ന കവി സമകാലീന ഹിന്ദി കവിതാ സാഹിത്യത്തിലെ പ്രമുഖ കവികളിൽ ഒരാളാണ്. ഉൻകി ഏക് സുന്ദർ ഓർ സരൽ കവിത ഹെ പുൽ ബനീച്ചി മാ. അദ്ദേഹത്തിന്റെ വളരെ മനോഹരവും ലളിതവുമായൊരു കവിതയാണ് പുൽ ബനീച്ചി മാ എന്ന കവിത. इस कविता में कवि अपने उत्तरदायित्व से विमुख होती जा रही नई पीढ़ी की ओर संकेत करते हैं. അപ്പോൾ ഈ കവിതയിലൂടെ കവി തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ കടമകൾ നിർവഹിക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാട്ടുന്ന പുതിയ തലമുറയെക്കുറിച്ചാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. देखिए, आगे हमें पंक्तियों का विश्लेषण करना है. ഇനി നമുക്ക് ഈ വരികളെ കുറിച്ച് വിശകലനം ചെയ്യേണ്ടതുണ്ട്. हम पहले पहल हम पंक्तियों का आशय लिख सकते हैं. ഇവിടെ ആദ്യം നമുക്ക് വരികളുടെ ആശയം ഇപ്രകാരം എഴുതാവുന്നതാണ്. കവിത की प्रस्तुत पंक्तियों में कवि कहते हैं कि, അപ്പോൾ കവിതയുടെ ഈ വരികളിലൂടെ കവി നമ്മോട് പറയുകയാണ്, सबका प्यार पाकर रखने वाली माँ, എല്ലാവരോടുമൊപ്പം വളരെയധികം സ്നേഹത്തോടെയായിരുന്ന അമ്മ, अपने बुढ़ापे में തന്റെ വാർദ്ധക്യത്തിൽ एक दिन अपने बच्चों के आश्रय में आ गई. അവസാനം ഒരു ദിവസം തന്റെ മക്കളുടെ ആശ്രയത്തിലായി, അല്ലെങ്കിൽ അവരിൽ അഭയം തേടേണ്ടി വരുന്നു അമ്മയ്ക്ക്. लेकिन धीरे धीरे उनके सशक्त कंधों में माँ बोझ बन जाती है. എന്നാൽ ധീരെ ധീരെ മെല്ലെ മെല്ലെ ഉൻകെ സശക്ത് കന്ധോ മേ, മക്കളുടെ ശക്തമായ ഷോൾഡറുകൾക്ക് പോലും മാ ബോझ ബൻ ജാതി ഹെ, അമ്മ ഒരു ഭാരമായി തീരുന്നു. അർത്ഥാത് अपनी मां की देखभाल की जिम्मेदारी निभाने में बच्चे असमर्थ हो जाते हैं. അതായത് अपनी मां की देखभाल की जिम्मेदारी, തങ്ങളുടെ അമ്മയെ സംരക്ഷിക്കുന്ന ആ ഉത്തരവാദിത്വം
നിഭാനെ മേൻ, നിഭാന മേന് ടു ഫുൾഫിൽ, അത് നിർവഹിക്കുക. നിർവഹിക്കുന്ന കാര്യത്തിൽ ബച്ചെ അസമർത്ഥ ഹോ ജാത്തെ ഹെ, മക്കളൊക്കെയും അസമർത്ഥരാകുന്നു, അതായത് കഴിയാത്തവരായി മാറുന്നു. ആകെ ഹമേ പങ്ക്തിയോं की ഭാഷാപരക് വിശേഷതായി ലിഖിനി ഹെ. പിന്നെ നമുക്ക് വരികളുടെ ഭാഷാപരമായ സവിശേഷതകളാണ് എഴുതേണ്ടത്. യഹാ ഹം ലിഖ് സക്തേ ഹെ. ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്രകാരം എഴുതാൻ കഴിയും കി കവിത की ഭാഷ बहुत सरल है. കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് കവി ഈ കവിത എഴുതുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. इसमें वृषभ खंधा हाथों हाथ रखना कंधों में आना जैसे विशेष प्रयोग भी है. അപ്പോൾ ഈ കവിതയിൽ പ്രത്യേകിച്ചും ഈ വരികളിൽ വൃഷഭ് കന്ധ ഹാത്തോം ഹാത്ത് രഹന കന്ധോമേ ആന മുതലായ വിശേഷ പ്രയോഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം വൃഷഭ് കന്ധ എന്നതുകൊണ്ട് സ്ട്രോങ് ഷോൾഡർ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഹാത്തോ ഹാത്ത് രഹന എന്നതുകൊണ്ട് എല്ലാവരോടൊപ്പം വളരെയധികം സ്നേഹത്തിലായിരിക്കുക എന്നും, കന്ധോമേ ആന എന്നതുകൊണ്ട് ഉത്തരവാദിത്വത്തിലാവുക എന്നുമാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷമായ പ്രയോഗങ്ങൾ ഈ വരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതോ കവിത കി ശോഭ ബെഡാത്തി ഹെ. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ കവിതയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. കവിത കി ഗീതാത്മകത ഭി സരാഹിനി ഹെ. അപ്പോൾ ഈ കവിതയുടെ താളാത്മകതയും ഏറെ പ്രശംസനീയമാണ്. വളരെയധികം ഈണത്തിൽ ആലപിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ കവിത ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലിഖിച്ചു ആകെ ഹമേ ഉപസംഹാർ ലിഖിന ഹെ. അപ്പോൾ ഇനി നമുക്ക് ഈ ആസ്വാദന കുറിപ്പിന് ഒരു കൺക്ലൂഷനാണ് എഴുതേണ്ടത്. उपसंहार में हमें कवितांश पर अपना विचार एवं उसकी प्रासंगिकता को भी सूचित करना है. ഇപ്പോൾ കൺക്ലൂഷൻ പാരഗ്രാഫിൽ നമുക്ക് ഈ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കവിതാഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായവും അതിൻ്റെ കാലിക പ്രസക്തിയുമാണ് സൂചിപ്പിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വരികൾ എത്രമാത്രം പ്രസക്തമാണ് എന്നതുമാണ് സൂചിപ്പിക്കേണ്ടത്. തോ യഹാ ഹം ലിഖ് സക്തേ ഹൈ കി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്രകാരം എഴുതുവാൻ സാധിക്കും. प्रस्तुत पंक्तियों से जो आशय निकलता है वो बिल्कुल प्रासंगिक है. അപ്പോൾ ഈ വരികളിലൂടെ ലഭ്യമാകുന്ന ആശയം തികച്ചും കാലിക പ്രസക്തിയുള്ളതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രസക്തമാണ്. ബൂഢെ മാം ബാപ് കി ദേഖ്ഭാൽ കി ജിമ്മേദാരി. വൃദ്ധരായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന ചുമതല കഭി കഭി കുച്ച് ബച്ചോം കെ ലിയെ ഭാർ ബൻ ജാതി ഹെ. ചിലപ്പോഴൊക്കെ ചില മക്കൾക്ക് ഒരു ഭാരമായി തോന്നാറുണ്ട്. ഈ സാമാജിക് യാഥാർത്ഥ്യക്ക് ഓർ യഹാ സങ്കേത് കിയാ ഹെ. ഈ ഒരു സോഷ്യൽ റിയാലിറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. देखिए बच्चों, आगे हमें टिप्पणी की शुरुआत में उचित शीर्षक देना है. അപ്പോൾ ഇനി നമുക്ക് ഈ ആസ്വാദന കുറിപ്പിന്റെ ആരംഭത്തിൽ അനുയോജ്യമായ ഒരു ശീർഷകം, അതായത് ടൈറ്റിൽ നൽകേണ്ടതായിട്ടുണ്ട്. मैंने पहले ही बताया था യഹാ ഹം ശീർഷക കെ രൂപ മേ കവിത കാ നാം ദേ സക്തേ ഹെ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇവിടെ നമുക്ക് ടൈറ്റിലായിട്ട് ആ കവിതയുടെ പേര് തന്നെ എഴുതാവുന്നതാണ്. യാ അന്യ കിസി നാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേര്, അനുയോജ്യമായ ഒരു പേര് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. മാ മാഹി ഹെ, അമ്മ അമ്മ തന്നെയാണ് എന്നൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പൂജാ കരോ മാംഹി, അമ്മയെ ബഹുമാനിക്കൂ അല്ലെങ്കിൽ അമ്മയെ ആരാധിക്കൂ എന്ന ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. യാ അല്ലെങ്കിൽ ദേഖ്ഭാൽ കരോ മാംഹി, അമ്മയെ സംരക്ഷിക്കൂ, ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. യാ മാം കെ സമാൻ കൊയ് നഹി, അമ്മയ്ക്ക് തുല്യമായി ആരുമില്ല. ഇത്തരത്തിൽ അനുയോജ്യമായ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. देखिए बच्चों, आज के क्लास में टिप्पणी के 2 नमूनों से हमें परिचित होने का अवसर मिला है. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആസ്വാദന കുറിപ്പിന്റെ 2 മാതൃകകൾ നമുക്ക് പരിചയപ്പെടുന്നതിന് സാധിച്ചു. पुलबनी थी मां नामक कविता की शेष पंक्तियों को लेकर आप लोग जरूर टिप्पणी लिख सकते हैं. പുൽബനി थी मां എന്ന കവിതയുടെ അവശേഷിക്കുന്ന വരികൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും ആസ്വാദന കുറിപ്പ് എഴുതാൻ സാധിക്കും. आप लोगों को इस कविता की शेष पंक्तियों पर टिप्पणी लिखने के लिए जरूर कोशिश करना चाहिए. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നാം ഈ പരിചയപ്പെട്ട വരികൾ കൂടാതെ ആ കവിതയിൽ അവശേഷിക്കുന്ന വരികൾക്ക് കൂടി ആസ്വാദന കുറിപ്പ് എഴുതുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. ठीक है बच्चों, अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे.
അപ്പോൾ അടുത്ത ക്ലാസ്സിന് മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.